അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു കൊഞ്ച് ബിരിയാണി വയ്ക്കാനാണ്. കൊഞ്ച് ബിരിയാണി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ 1 കിലോ കൊഞ്ചാണ് എടുത്തിരിക്കുന്നത്. അത് ക്ലീൻ ചെയ്ത് വെച്ചൊക്കെയാണ്. ഞാൻ ഒരു ബൗളിൽ കൊഞ്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പൊരിച്ചാണ് ബിരിയാണി വെക്കുന്നത്. അതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ചീരപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൊഞ്ചിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെച്ചേക്കാം. നമുക്ക് ഒരു 6-7 സവാള എടുത്തിട്ടുണ്ട്. ഞാൻ ചെറുതായതുകൊണ്ടാണ് ഇത്രയും എടുത്തത്. വലുതാണെങ്കിൽ നിങ്ങൾ ഒരു 3-4 എടുത്താൽ മതി. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. 150 ഗ്രാം ചെറിയ ഉള്ളി ഉരിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ചതച്ചെടുക്കാം. ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. കൊഞ്ച് റെഡിയാക്കാനാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ഞാൻ ഇടുന്നത്. 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 6 പച്ചമുളക് 2ആയിട്ട് കീറിയത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. പെട്ടെന്ന് നമുക്കിത് വഴറ്റിയെടുക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഞാൻ ഒന്ന് മിക്സാക്കി എടുക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു രമ്പയില ഇടുന്നുണ്ട്. ഒരു ചെറിയ രമ്പയില ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഉണ്ടോ, സവാളയൊക്കെ നമ്മൾ ചോപ്പ് ചെയ്തെടുത്തപ്പം പെട്ടെന്ന് വഴണ്ടി വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് കൊഞ്ചിനായതുകൊണ്ടാണ് കുരുമുളക് ചേർക്കുന്നത്. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൽ. എന്നിട്ട് ഒരു 2 ഫിസിലേക്കട്ടെ. നമുക്കൊന്ന് അടച്ചു വെച്ച് 2 ഫിസിലേപ്പിക്കാം. അടുപ്പിലൊരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കൊഞ്ച് പൊരിച്ചെടുക്കാനാണ്. നമുക്ക് പുരട്ടി വച്ചിരിക്കുന്ന കൊഞ്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കൊഞ്ചൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോരിയെടുക്കാം. ഇനി അടുത്ത ബാച്ച് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി ബിരിയാണി വയ്ക്കാൻ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2.5 കപ്പ് അരിക്കാണ് നെയ്ച്ചോറ് വയ്ക്കുന്നത്. ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ചെറിയ ഉള്ളിയും സവാളയും നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ചെറിയ രമ്പേല ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2.5 കപ്പ് അരിക്കാണ് നെയ്ച്ചോറ് വയ്ക്കുന്നത്. അതിന് നമുക്ക് 5 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ഒരു കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം ആണ് വെച്ച് കൊടുക്കേണ്ടത്. നെയ്ച്ചോറിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ. ബിരിയാണിയുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ബിരിയാണിയുടെ മസാലയിൽ നമ്മൾ ഗരം മസാല ഇട്ടില്ല. അതിലേക്ക് കുറച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കണക്കാക്കി ഇട്ട് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. നേരത്തെ വിട്ടുപോയായിരുന്നു ഇടാൻ. ഈ ആ മസാലയിൽ നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന കൊഞ്ച് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഒന്ന് അടച്ച് ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇട്ടേക്കാം. ആ കൊഞ്ചിൽ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ. നല്ല സിമ്മിലിട്ടിരുന്നാൽ മതി. വെള്ളം എല്ലാം തിളച്ചിട്ടുണ്ട്. ഇനി കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു 2 വിസിൽ കപ്പിക്കാം. 2 വിസിൽ കപ്പിച്ചാൽ മതി. ഇനി കുക്കറിൽ വിസിലൊക്കെ മാറിയെന്ന് നോക്കാം. നെയ്ച്ചോറൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ദമ്മിടാം. കൊഞ്ചൊക്കെ ഒന്ന് അതിനകത്തിട്ട് ഒന്ന് ദമ്മിടാം. ഇതിന്ന് കുറച്ച് ചോറ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആദ്യം അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിങ്ങനെ കൊഞ്ച് വെച്ച് കൊടുക്കാം. ഈ കോരി വെച്ച ചോറ് എൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി മസാലയാണ് അതിൽ വെച്ചത്. ഇനി ബാക്കിയൂടെ നമുക്ക് അതിൻ്റെ മേളിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്കൊരു 5-6 പരിപ്പ് കൂടെ വെച്ച് കൊടുക്കാം. അഞ്ചാറ് പുതിനയും കൂടെ ഇട്ട് കൊടുക്കാം. കുക്കർ കൊഞ്ച് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് ദമ്മാക്കി ഒന്ന് അടച്ചിടാം. ദമ്മിൽ കൊഞ്ച് ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. താങ്ക് യു.